ഈ ഓണക്കാലത്ത് നമ്മുടെ ഈ സന്തോഷകരമായിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രീം കോടതി സുപ്രധാന വിധി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കരുതണമെന്നും അതിനെ ആ രീതിക്ക് ട്രീറ്റ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വിശദമായി നോക്കാം. എല്ലാവർക്കും ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് ചട്ടമല്ല. സുഖ്ദേവ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു കേസിന്റെ അപ്പീലിലാണ് സുപ്രീം കോടതി ഇത്തരമുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു നീറ്റ് കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട് വന്ന ഈ ഒരു പ്രശ്നത്തിൽ 17 വയസ്സുകാരനുമായി ബന്ധപ്പെട്ട് വന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ആർട്ടിക്കിൾ 21 പ്രകാരം മെന്റൽ ഹെൽത്ത് റൈറ്റ് ടു ലൈഫിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണോ അല്ലയോ, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുകയാണ് ഇത്തരം ഒബ്സർവേഷൻ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ഇതൊക്കെയാണ്. ഒന്ന്, മെന്റൽ ഹെൽത്ത് ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഏതൊരു മനുഷ്യന്റെയും റൈറ്റ് ടു ലൈഫിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണെന്നും ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും ഇവിടുത്തെ സ്റ്റേറ്റിനും സൊസൈറ്റിക്കും ഉണ്ടെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും എല്ലാ സ്റ്റേറ്റും ഡിസ്ട്രിക്ട് വൈസിൽ തന്നെ എടുക്കണമെന്നും സുപ്രീം കോടതി വിശദമായി വിധിക്കകത്ത് പറയുന്നുണ്ട്. ഈ വിധിയിലെ സുപ്രീം കോടതിയുടെ ചില ഡയറക്ഷനുകൾ ഇതൊക്കെയാണ്. ഒന്ന്, മെന്റൽ ഹെൽത്ത് പോളിസീസ് മാൻഡേറ്ററി ആക്കണം നമ്മുടെ സ്കൂളുകളിലും കോച്ചിങ് സെന്ററുകളിലും. അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഓരോ 100 സ്റ്റുഡൻസിനും ഓരോ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിനെ വെക്കണമെന്നും ഈ വിധിക്കകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോച്ചിങ് സെന്റേഴ്സിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റും ഈ എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ബേസിസിലുള്ള റാങ്കിങ്ങിന്റെ പ്രഷർ ഉണ്ടാകാത്ത രീതിക്കുള്ള സിസ്റ്റം കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ സൈക്കോളജിക്കലി സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റുകൾ സ്റ്റുഡൻസിനും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലും കൊടുക്കണമെന്നും ഒരുക്കണമെന്നും അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇത്തരമുള്ള ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റികളെ സ്ഥാപിക്കണമെന്നും സുപ്രീം കോടതി ഈ വിധിയിൽ വിശദമായി പറയുന്നുണ്ട്. ഇനി ഇത്തരം നമ്മുടെ മെന്റൽ ഹെൽത്ത് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആരെ സമീപിക്കണം എന്നൊരു ചോദ്യം കൂടെ സമൂഹത്തിലുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഒന്ന്, നമുക്ക് നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും റിട്ട് പെറ്റീഷനുമായിട്ട് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പറയുന്ന നിയമം നമ്മൾ ഇവിടെ നിലവിലുണ്ട്. അത് പ്രകാരം ഒരു കംപ്ലൈന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ നമുക്ക് സമീപിക്കാം. അതുപോലെ തന്നെ നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലേക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട് ഈ കേസുകൾ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കോമ്പൻസേഷൻ ക്ലെയിമിന് പോലും നമുക്ക് കോടതികളെ ഇനി മുതൽ സമീപിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ പെരുകി വരുന്ന ആത്മഹത്യകൾ, അതുപോലെ പെരുകി വരുന്ന മെന്റൽ ഡിസോർഡറുകൾ, ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നോളമാണ് സുപ്രീം കോടതി ഇത്തരം ഒബ്സർവേഷനുകൾ നടത്തിയിരിക്കുന്നത്. ഇത് നടത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തർക്കുമാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ട ആഹാരം, വെള്ളം, അതുപോലെ വസ്ത്രം, ഓക്സിജൻ, ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും നല്ല മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. ഈ മെന്റൽ ഹെൽത്തിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മെന്റൽ ഹെൽത്ത് ഇനി മുതൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായി തന്നെ ജീവിക്കാനുള്ള ഓരോരുത്തരുടെ അവകാശത്തിനകത്തുള്ള ഇന്റഗ്രൽ പാർട്ടാണെന്നുള്ളവർ മനസ്സിലാക്കുക. അതനുസരിച്ച് പെരുമാറാൻ പഠിക്കുക. ഇത്തരമുള്ള പുതിയ പുതിയ കേസ് ലോസും നിയമപരമായുള്ള അറിവുകൾക്കും വേണ്ടി എന്റെ ചാനൽ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വേണ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം എത്തിച്ചു നൽകുക. എന്റെ വീഡിയോയെ കുറിച്ചുള്ള സജഷൻസും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞങ്ങൾ അഡ്വക്കേറ്റ് ആകാശ് ചട്ടമല്ല. പുതിയൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.